ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളെ യാത്രയിലെ 12ാമത്തെ ദിവസമാണ്. നമ്മൾ താമസിച്ച ഹോട്ടലാണ് രാജ് റെസിഡൻസി ജോധ്പൂരിൽ. അടിപൊളി ഹോട്ടൽ, സൂപ്പർ ഹോട്ടലാണ്. പിന്നെ കുറച്ച് റേറ്റ് ഉണ്ട്. ഇവിടെ ഹോട്ടലുകൾ കുറവാണ് ജോധ്പൂർ. കുറവെന്നല്ല, ബാക്കിയുള്ളിടത്തുള്ള അത്ര അല്ല. ഹോട്ടലിൻ്റെ പേരാണ് കാണിച്ചത്. ഇതാണ് ഹോട്ടൽ രാജ് റെസിഡൻസി. നമ്മൾ ഇങ്ങോട്ടാണ് മെഹ്റൻഗ്രാ ഫോർട്ടൊക്കെ ഉള്ളത്. അവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ, 4 കിലോമീറ്റർ മാറ്റേ ഉള്ളൂ. അടിപൊളി ഹോട്ടലാണ്. നമ്മളേതായാലും പോവാണ്. നമുക്ക് ഉമൈദ് ഭവൻ പാലസ് കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ജയ്സാൽമീർ പോകണം. ജോധ്പൂരിലെ ഉമൈദ് ഭവൻ പാലസ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം ഏകദേശം 10:45 11 മണിയുണ്ട്. നമ്മൾ നല്ല ലേറ്റാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണം ജയ്സാൽമീർക്ക് പോകാൻ. ഉമൈദ് ഭവൻ പാലസിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോട്ടലാണ്. ഉമൈദ് ഭവൻ ഹോട്ടൽ, പാലസ് ഹോട്ടൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രൈവറ്റ് റെസിഡൻസ് ആണ് ഇപ്പോൾ ഉമൈദ് ഭവൻ പാലസ്. ജോധ്പൂരിലെ റോയൽ ഫാമിലി ഇപ്പോഴും ഇവിടെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം മ്യൂസിയമാണ്. അപ്പോൾ ആ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർക്ക് ചെയ്തെടുക്കാറില്ല. ഗൈസ്, ഇവിടെ സെൽഫി സ്റ്റിക്ക് പറ്റൂല. നമ്മൾ കയറിയിട്ടുണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ ഞാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് പോവാം. ഗൈഡൊക്കെ ഉണ്ടാവും. ഗൈഡിന് 4 വരെയുള്ള ആൾക്കാർക്ക്, 4 വരെയുള്ള ഗ്രൂപ്പിന് 250 റുപ്യ, 5 മുതൽ 15 വരെ ഉള്ളതിന് 300 റുപ്യ, മാക്സിമം 50 വരെ ആൾക്കേ പറ്റൂ. 50 ആൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാക്ക് എടുക്കണം. ഗൈഡുണ്ട്. പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് 60 റുപ്യാണ്, ഫോറിനേഴ്സിന് 200. പിന്നെ സ്റ്റുഡൻസിന് എല്ലായിടത്തും കൺസെഷൻ കിട്ടും. നമ്മൾ ID കാർഡ് ഒറിജിനൽ ഉണ്ടെങ്കിൽ മാത്രം. ഇവിടെയാണ് മനോഹരമായ ഉമൈദ് ഭവൻ പാലസ്. എത്രത്തോളം ഭാഗം കാണാൻ പറ്റുമെന്നറിയില്ല, പോയി നോക്കട്ടെ. ഇതാ കാറെന്ന് പറഞ്ഞ വർഷം പായിന്ന് നമ്മൾ വഴി ഇതാരും ചിലപ്പോൾ പെട്ടെന്ന് കാണാം. നമ്മൾ കയറി വരുമ്പോൾ ഒരു മോശം വഴി കൂടെയാണ് അങ്ങോട്ട് വരിക. കാറുകൾ കാണാൻ കണ്ടോളൂ. റോൾസ് റോയ്സ് ഫാൻറ്റം 1 ക്ലാസ് ഓഫ് വെഹിക്കിൾ PI, മേക്കേഴ്സ് നെയിം റോൾസ് റോയ്സ്. 1927 ഉണ്ടാക്കിയ വണ്ടിയാണ്. 6 സിലിണ്ടർ ഉണ്ട്. ചേസിസ് നമ്പറൊക്കെ ഉണ്ട് ഇവിടെ. 94 RE എൻജിൻ നമ്പർ എഴുതിയാണ്. പിന്നെ ഹോഴ്സ് പവർ 40 മുതൽ 40 to 60 ഹോഴ്സ് പവർ ഉണ്ട്. HP. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഹെലികോപ്റ്റർ പോകണം. മിലിറ്ററി അല്ലേ? അവിടെ മിലിറ്ററി ക്യാമ്പ് ഉണ്ടല്ലോ കുറേ. പിന്നെ 5 സീറ്റർ അല്ലേ? 4 ആൾക്ക് കംഫർട്ടായിരിക്കുക, 5 ആൾക്ക് വേണേയിരിക്കുക. RJQ 547 ജോധ്പൂർ നമ്പർ 27. അന്നത്തെ രാജാവ് പോയ വണ്ടി ഏതാല്ലേ? നല്ലോണം കാണാൻ പറ്റില്ലടോ. ഫോട്ടോ എടുക്ക്. അടുത്ത് നല്ലോണം കാണാനില്ല. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എല്ലാം ഉണ്ട്. റോൾസ് റോയ്സ് ഫാൻറ്റം 2 എല്ലാം ഉണ്ട്. ഫാൻറ്റം 2 1935 മെയ്ഡാണ്. ഹോഴ്സ് പവർ സെയിം ആണ്, 40. എൻജിൻ നമ്പർ 5 ആക്കിയിരിക്കുക. സലൂൺ ടൈപ്പ് തന്നെ. നമ്പർ ഇതാ. ഫാൻറ്റം സീരീസ് 2. ഏതാ? ഫാൻറ്റം സീരീസ് 3 അല്ല, എന്താ? പാക്കാർഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അത് മറ്റേ 2 ലൈറ്റാ അല്ലേ? അന്ന് ഇജാതി കാറ്. 1948
സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയാലേ എല്ലാം സലൂൺ ടൈപ്പാണ്. ജോധ്പൂർ നമ്പർ 2 ആണ്. ഇതാണ് 1 ആണോ അല്ലല്ലേ. പിന്നെ ജോധ്പൂർ നമ്പർ 15 കാഡിലാക്ക് 15. ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി 5 ആണല്ലോ ഏകദേശം. വണ്ടി ഇതും കാഡിലാക്ക് തന്നെയാണ്. കാഡിലാക്ക് 1947 മോഡല്. നമ്മൾ വന്ന് കാണേണ്ടത്. അപ്പം ബിഗ് 8, ഇതിൻ്റെ പേര് ബിഗ് 8 റോഡ് മാസ്റ്റർ. ഇത് ജോധ്പൂർ നമ്പർ 5. വർക്ക് ചെയ്യിക്കല്ലോ. അപ്പോൾ ചെറിയ ട്രെയിനിൻ്റെ മോഡലൊക്കെ ഉണ്ട് ഇവിടെ. കാഡിലാക്കിൻ്റെ ഓണർ HS മഹാരാജ ഗജ് സിംഗ് ഓഫ് ജോധ്പൂർ. അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബെൻസാണ്. ഇപ്പോഴും ഇവിടെ റോയൽ ഫാമിലി ഉണ്ട് കേട്ടോ, അതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. പിന്നെ മോറിസ് മൈനർ. നമ്മൾ പഴയ ഇംഗ്ലീഷുകാരൊക്കെ ഉള്ള ഇൻഡിപെൻഡൻസ് ഫിലിമുകളിലൊക്കെ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാർ. ബ്രിട്ടീഷുകാരും ഇവിടുത്തെ നാടുവാഴികളൊക്കെ ഉപയോഗിച്ച കാറാണ് മോറിസ്. ഇനിയെല്ലോ ടൈപ്പ് അയ്യോ ഓവർലാൻഡ്. ഇത് 1906 മോഡലാണ്. പിന്നെ അംബാസഡർ ടൈപ്പ് മോറിസല്ലോ മോറിസല്ലേ. ഏതായാലും ഇവിടെ ഇപ്പോഴും റോയൽ ഫാമിലി ഉണ്ട്. ഓല ഇപ്പോഴും എടുക്കാനില്ലല്ലേ, ക്ലോസ് ചെയ്തല്ലേ. ഓപ്പൺ ആണല്ലേ. ഏതായാലും ഇതാണ് കാർ കളക്ഷൻ. നേരെ പോട്ടെ. ഇതാണ് ഉമൈദ് ഖാൻ പാലസിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ. ഇതാണോ ഫ്രണ്ട് എന്നൊന്നും അറിയില്ല, നമ്മളേതായാലും വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് മർവാർ രാജവംശത്തിലെ ഗജ് സിംഗ് 2 ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന, ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളാണ് കേട്ടോ. ഇത് അന്ന് ഉണ്ടാക്കിയത് 94,51,565 രൂപ കൊണ്ടാണ് അന്ന് ഉണ്ടാക്കിയത് മഹാരാജ ഉമൈദ് സിംഗ് ആണ്. 1918-ൻ്റെയും 1947-ൻ്റെയും ഇടയിലായിട്ട് ചിറ്റാർ ഹില്ലിൽ. ഏതായാലും ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഒരു വലിയൊരു ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഏകദേശം 347ഓളം റൂമുകളുണ്ട് ഈ പാലസിൻ്റെ ഉള്ളിൽ. എത്ര? 1,28,000. 40 റൂം എടുത്താൽ അന്നുണ്ടായി, അല്ല 90 റൂം എടുത്താൽ അന്നുണ്ടാക്കിയ പൈസ ആയില്ലേ. 45 റൂം എടുത്താൽ. ഇവിടെ ഓരോ അന്നത്തെ രാജാക്കന്മാരെ ഫോട്ടോകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മഹാരാജ ഉമൈദ് സിംഗ് അയാളാണ് ഉണ്ടാക്കിയത്. മഹാരാജ ഉമൈദ് സിംഗ് ഇയാളാണ് ഇതുണ്ടാക്കുന്നത്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി കഥ സംസാരിക്കുന്ന ഫോട്ടോ. ഇതാണ് പാലസിൻ്റെ ഒരു ഓവറോൾ വ്യൂ. മിനിയേച്ചർ. നമ്മൾ ഇവിടെ നിന്നല്ലേ കയറി, നമുക്ക് ഫുള്ളൊന്നും കയറാൻ കഴിയില്ല എന്തായാലും. എൻ്റെ ഏകദേശം നല്ലൊരു ഭാഗത്ത് ഒരു താമസിക്കുകയും ചെറിയ വേറെ നല്ല ഭാഗത്ത് ഹോട്ടലുമാണ്. നമ്മൾ മ്യൂസിയത്തിൽ മാത്രമേ കയറാനുള്ളൂ. ഇത് മാത്രമാണോ മ്യൂസിയം? ഇത്രേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാനാ. ഇത്രേ ഉള്ളൂ ആകെ. ഇവിടുത്തെ ആർക്കിടെക്ചർ ഇതുണ്ടാക്കിയ ഒരു കഥ ഉണ്ട്. ഉമൈദ് സിംഗ് ലണ്ടനിൽ പോയി ആർക്കിടെക്ചറിനെ കാണുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ, ഇൻറ്റീരിയേഴ്സ് അതൊക്കെ എങ്ങനെയാണ്, ഇയാളായിരിക്കും ഉണ്ടാക്കിയത്, ഇതിൻ്റെ ഡിസൈനർ. ചിലപ്പോൾ നമ്മളെ മെഹ്റംഗ്ര ഫോർട്ട് ആക്രമിച്ച, ജയ്പൂർ രാജാവ് ആക്രമിച്ച ഫോട്ടോ അങ്ങനായിരിക്കും. പിന്നെ ഇതാ അതിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ. ഈ പാലസിൻ്റെ ഒരു പണി നടക്കുന്ന ഫോട്ടോ ആണ്. പണി നടക്കുന്ന കാലത്തുള്ള ഒരു ഏരിയൽ വ്യൂ. അന്ന് ഉപയോഗിച്ച ക്രെയിൻ സംവിധാനങ്ങൾ. ഏകദേശം 26 ഏക്കറിലാണ് ഇത് നിർമ്മിച്ചത്. ഇത്
ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഏകദേശം 3000-ലധികം ആൾക്കാർക്ക്, ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് ഏകദേശം 3000-ലധികം ആൾക്കാർക്ക് ഇതിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ആഭരണ പോയി നോക്കട്ടെ. അതുപോലെ ആഭരണ ശേഖരമൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്ന് പോയി കാണാം. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന മഹാരാജ ഗജ് സിംഗിൻ്റെ ഫാദറാണ്, അച്ഛനാണിത്. ഇതിലൊന്ന് ഉപയോഗിച്ച ആഭരണങ്ങളാണ്. ഒരു കുതിരൻ്റെ ഫോട്ടോ. അതിൽ പോളോ നല്ല കളിച്ചിരുന്നു. അതിൻ്റെ കുറേ ഗപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ജോധ്പൂർ പോളോ. മുഗളന്മാരുമായിട്ടാണ് അവർ ആദ്യമായിട്ടൊരു പോളോ കളിച്ചത്. കഴിയാനായി. രാജ്ഞിമാര്, രാജകുമാരിമാര്, കണ്ണാടി, വല്ല ചീർപ്പുകൾ. അവര് അന്ന് കത്തെഴുതിയ മേശയാണ്. അടിപൊളി മേശ. ഗ്ലാസിൻ്റെ പേപ്പർ ഇവിടെ ഉണ്ട്. പെന്നും മഷിയൊക്കെ അവിടെ ഉണ്ട്. പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിച്ച കയ്യാന്ന് തോന്നുന്നു. ചെറിയൊരു ഷെൽഫ് കഴിഞ്ഞു. കുതിരൻ്റെ ഫോട്ടോ. അതിൽ പോളോ നല്ല കളിച്ചിരുന്നു. അതിൻ്റെ കുറേ ഗപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ജോധ്പൂർ പോളോ. മുഗളന്മാരുമായിട്ടാണ് അവർ ആദ്യമായിട്ടൊരു പോളോ കളിച്ചത്. കഴിയാനായി. രാജ്ഞിമാര്, രാജകുമാരിമാര്, കണ്ണാടി, വല്ല ചീർപ്പുകൾ. അവര് അന്ന് കത്തെഴുതിയ മേശയാണ്. അടിപൊളി മേശ. ഗ്ലാസിൻ്റെ പേപ്പർ ഇവിടെ ഉണ്ട്. പെന്നും മഷിയൊക്കെ അവിടെ ഉണ്ട്. പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിച്ച കയ്യാന്ന് തോന്നുന്നു. ചെറിയൊരു ഷെൽഫ് കഴിഞ്ഞു. ഗജ് സിംഗിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ. മൂപ്പര് ഓക്സ്ഫോർഡിൽ പോയി ബിരുദം നേടിയ സമയത്തുള്ള ഫോട്ടോ. അയാൾ ഏകദേശം ഈ ഇപ്പോഴുള്ള ഫോട്ടോ ആണിത്. ഫാമിലി. ഇവിടെ അന്ന് നടന്ന ചെറിയ ചെറിയ ഹോളി സെലിബ്രേഷൻ്റെ ഒരു ഫോട്ടോ ആണിത്. പട്ടം ഫെസ്റ്റിവലിലെ കൈറ്റ് ഫെസ്റ്റിവലിലുള്ള ഫോട്ടോ. അങ്ങനെ പല ഫോട്ടോകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഇതിന് ഹിസ്റ്ററിയാണ്. അതിൽ ഓടിച്ചു വിടാം. അന്നത്തെ ലൈറ്റുകൾ, ഗ്ലാസിൻ്റെ മോഡൽ, അന്ന് അവർക്ക് കാറ്റിന് വേണ്ടിയിട്ട് വീശുന്ന അക്ഷരി, അതുപോലെ ചെറിയ ചെറിയ ആയുധങ്ങൾ, ഭക്ഷണം കഴിച്ച പാത്രം, ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ചായപ്പീടിയുള്ള സ്റ്റീലിൻ്റെ, അലുമിനിയത്തിൻ്റെ അതിൻ്റെ മോഡൽ ഗ്ലാസ്. ഇതെന്തോ ഒരു സാധനമാണ് ഇത്. അവിടെ നോക്കിയ ഒരാളെ കാണും. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ വേറൊരു പെണ്ണിനെ കാണുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കിയാൽ വേറൊരാളെ കാണുന്നുണ്ട്. ഇതുപോലെ എവിടെ ഇത് ഗിഫ്റ്റ് കൊടുത്ത അങ്ങനാണെന്ന് തോന്നുന്നുണ്ട്.
പല രീതിയിലുള്ള ക്ലോക്കുകളുണ്ട്. കപ്പലിൻ്റെ മാതൃക, മിനാരങ്ങളെ മാതൃക, പിന്നെ വാച്ച് ടവറിൻ്റെ മാതൃകകൾ, പിന്നെ ചെറിയ ടൈം പീസുകൾ, ഡേറ്റും എല്ലാം കൂടെ കാണിക്കുന്നൊരു ക്ലോക്ക്. ഇതിൻ്റെ ഒരു ഉൾഭാഗമാണ്, ഉൾഭാഗത്തൊരു ഏരിയയാണ്. ഇത് പഴയൊരു നിർമ്മിതി ഒന്നല്ല, കുറേ 1940-കളിലാണ് ഇത് പണി കഴിയുന്നത്. രാജാവിരുന്ന സ്ഥലം, ഓറിയന്റേഷൻ റൂം. അത്ര പഴയ സെറ്റപ്പ് ഒന്നല്ല, കുറച്ച് പുതിയ സെറ്റപ്പാണ്. അവിടെയൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിരിക്കണേ, പഴയ തന്നെ ഈട് കിട്ടുന്നത് ഒക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണേ വാങ്ങാം, നല്ല പൈസ ആയിക്കും. നമ്മൾ നേരത്തെ എത്തിയ റൂമിൽ തന്നെ എത്തി, അവിടെ കഴിഞ്ഞ് പോവാണ്. ഇവരെ കയ്യിലുണ്ടായിരുന്ന വിമാനങ്ങളാണ്. ഇതൊന്നും അതാണോ അറിയില്ല. നേരത്തെ കണ്ട് വിൻറ്റേജുകാരൻ്റെ കളക്ഷൻ അവിടെയാണ്. അതാന്ന് തോന്നുന്നുണ്ട് അല്ലേ, ഹോട്ടലിൻ്റെ ഫ്രണ്ട് അല്ലേ, അവിടെ ആ പാറാവുകാരനൊക്കെ ഉണ്ട്. അതിൽ ആരെയും കാണുന്നൊന്നുമില്ല. എൻ്റെ അവിടെ പാർക്ക് ചെയ്തിരുന്ന നല്ല. അതെ, 1,45,000 അല്ലേ, 28,000. ആ 3 ആൾക്ക് ഒരു റൂമിൽ മാക്സിമം പോയാൽ. അത് ഏറ്റവും കൂടുതൽ റൂം എടുത്ത് 1,600 അല്ലേ, ഏറ്റവും കുറവ് 550. ഏതായാലും ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഹിസ്റ്ററി കാണാൻ താല്പര്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് ശരിക്കും ഫോട്ടോത്ത് കാണുന്ന പോലെ തന്നെ ഹിസ്റ്ററി കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ വരിക, അല്ലാത്തവർ വരണ്ടെന്നുള്ളതാണ് അഭിപ്രായം. അതെ, കാറ് കാണാനുള്ളവർ കണ്ട് പോവുക. അപ്പോൾ ഇങ്ങോട്ട് കയറാൻ വേണ്ട. ഇത് ടിക്കറ്റ് എടുക്കണമെന്നില്ല എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ പോവാണ് നേരെ ജയ്സാൽമീർ. ഞങ്ങൾ ഇനിയുള്ള താറിന്റെ കളികൾ മണിക്കൂർ യാത്ര ഉണ്ട്. ഇപ്പോൾ സമയം 12 മണിയാണ്. എപ്പോൾ ഇനി എത്തിക്കടാ? നമ്മൾ സൺസെറ്റ് ഒന്ന് കാണാൻ പറ്റുമോ? അതെ, നമ്മൾക്ക് വിചാരിക്കാനാവില്ല. ഇനി വിട്ടാൽ ഫുഡ് കഴിക്കാൻ കയറി 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്നല്ലോ, ഫുഡ് കഴിക്കില്ല, ഞങ്ങൾ അതിലൊന്നും. അപ്പോൾ നേരെ ഇനി താറിന്റെ കളികൾ, താർ മരുഭൂമിയിൽ. താർ ഏതായാലും താറിനെ കണ്ടുമുട്ടാൻ പോവുക.